ശില്പ, ഓ ഈ ഒരു സിനിമയുടെ പേര് വന്ന ശില്പ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടർക്കിഷ് തർക്കം, ഒരു ടർക്കിഷ് തർക്കം കേട്ടിരുന്നോ? ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ സ്ഥിരമായി ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ഞാന് കേട്ടിട്ടില്ല. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി ഇറങ്ങിയ കാലം തൊട്ട്, അതായത് ഈ ഹേമ കമ്മിറ്റി ഇറങ്ങിയ തൊട്ട് വീണ ബോംബ്, അതിന്റെ അലയൊലികൾ ഇതുവരെ പൊട്ടിത്തീർന്നില്ല. ഇങ്ങനെ ഇടക്കിടക്ക് പൊട്ടിക്കൊണ്ടിരിക്കും. വന്ന് എപ്പോഴൊക്കെ മലയാള സിനിമയിലും സംവിധായകരായിട്ടും നായകന്മാരോടും സിനിമയായിട്ടും ഒക്കെ വിവാദങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. തൊട്ടതെല്ലാം തൊട്ടതെല്ലാം കുരിശാണ് മലയാള സിനിമ. ഈ ടർക്കിഷ് തർക്കത്തിന്റെ കഥ ഇന്നലെ വാർത്തയിൽ ശില്പ കേട്ടിട്ടുണ്ടല്ലോ. തിയേറ്ററിൽ നിന്ന് സിനിമ പിൻവലിച്ചു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിവാദം ഉണ്ടാകുമെന്ന് ഭയന്ന് അണിയറ പ്രവർത്തകർ, അത് നായകനോ നായികയോ അതിന്റെ വേറെ ആരും അവരറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയപ്പെടുന്നത്. സണ്ണി വെയിൻ ആൻഡ് ലുക്മാൻ അവർ പറയുന്നത്. ഇതിന്റെ അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം നടത്തി സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു. നവംബർ 22 റിലീസ് ചെയ്ത സംഭവം. അത് എനിക്കതിലും മനസ്സിലാവാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സിനിമ പിൻവലിക്കുകയാണെന്ന് ഒരു തീരുമാനം, അത് ഒബ്വിയസ്ലി അവരുടെ ബേബിയാണത്. സോ അവരുടെ അൾട്ടിമേറ്റ് തീരുമാനമാണോ സിനിമ കളിക്കണോ വേണ്ടയോ, അതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷെ ഇപ്പൊ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഡയറക്ട് ചെയ്ത ഒരു സിനിമയ്ക്ക് അതിന് അഭിനയിക്കുന്നവരാണ് അതിന്റെ മുഖം എന്ന് പറയുന്നത്. അവരെ പോലും അറിയിക്കാതെ അവർ എന്തിനാണ് പിൻവലിച്ചതെന്നാണ് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടാത്തൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അതാണ്. അതെ, കാരണം ഇതിനകത്ത് ദുരൂഹത എന്ന് പറയുന്നത് ഈ ടർക്കിഷ് തർക്കം ശില്പയെ പോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ അത്യാവശ്യം സിനിമാ പ്രേമി അല്ലാത്ത ഞാനൊരു റിവ്യൂവർ ആണ് ബേസിക്കലി. അപ്പൊ എനിക്കറിയാം ടർക്കിഷ് തർക്കം റിലീസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആ പടം കണ്ടില്ല. ഞാനത് എന്തോ വളിപ്പ് എന്ന് ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിവാദമൊന്നും ഇല്ലാത്തൊരു പടമായതുകൊണ്ട് തന്നെ ഞാൻ എന്തിനായിരിക്കാം പ്രൊമോഷൻ. പിന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേക്ക് ഞാൻ പോയി. ഈ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ സിനിമ കാണണമെന്ന് തോന്നിയില്ല. ശില്പയെ പോലുള്ള സംബന്ധിച്ചിടത്തോളം ശില്പ അത് കേട്ടിട്ടില്ല. ഈ വിവാദം വന്നപ്പോഴാണ് ഈ ടർക്കിഷ് തർക്കം എന്ന് പേരുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെ കുറിച്ച് ഇപ്പൊ പറയപ്പെടുന്നത് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തിയതിന്റെ കാര്യം ഓൾറെഡി പൊളിഞ്ഞു. സിനിമ പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സിനിമ നല്ലതായിരിക്കാം, തിയേറ്ററിൽ ആളില്ല എന്നർത്ഥം. അതാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടത്. ബഡ്ജറ്റ് പോക്കറ്റ് പ്രൊഡ്യൂസറെയും സംവിധായകനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് ആള് കയറാത്തത് കൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് ആ പടം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി. വിവാദം എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുന്ന ഒരു ഇസ്ലാമോഫോബിയ പോലെ എന്തോ ഒരു മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രമേയം, കബറടക്കം എന്ന് പറഞ്ഞ പ്രമേയം വെച്ചിട്ടാണ് ഇതിനകത്തൊരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രമേയം എന്നാണ് പറയുന്നത്. അതിലുണ്ടായ എന്തോ ഒരു തർക്കം, അതിന്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കാരണം കാണാനുള്ള സമയം ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നായകനോ നായികയോ പ്രേക്ഷകരോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രേക്ഷകരാരും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങളെ വ്രണപ്പെടുത്തുന്നു, ഞങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു മതക്കാരും പറഞ്ഞിട്ടുമില്ല, ആരും അറിഞ്ഞിട്ടുപോലും. അതൊക്കെ അറിയുന്നതിന് മുമ്പ് ഇനി അണിയറ പ്രവർത്തകരും സംവിധായകരും പ്രൊഡ്യൂസറും പറയുന്ന അവര് ഭീഷണി നേരിട്ടു എന്നാ. പക്ഷെ ആര് ഭീഷണിപ്പെടുത്തി, എപ്പോ ഭീഷണിപ്പെടുത്തി, അതിനുള്ള ഉത്തരം അവർക്കില്ല. അവർക്കില്ല അതിനുള്ള ഉത്തരം. ഒപ്പം തന്നെ ഈ പരാതി ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എഴുതി പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ലഭിച്ചിട്ടും ഇല്ല, കൊടുത്തിട്ടും ഇല്ല. അപ്പൊ ഇതൊരു ഷോ അല്ലെങ്കിൽ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയല്ലേ എന്ന് ചോദിക്കുന്നു. ഒരു റീ റിലീസിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ആണോ നമുക്ക് സംശയിച്ചാൽ, ഞങ്ങൾ ചോദിച്ചാൽ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സിനിമയുടെ PR എന്ന് വെച്ചാൽ നിലവിലുള്ള PR അല്ലെ, ഇതിന് മുൻപുണ്ടായിരുന്ന PR, അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല. ആ PRO ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വിഷയം സംഭവിച്ച സമയത്ത് ഈ PRO ഈ സംവിധായകനുമായിട്ടാണോ പ്രൊഡ്യൂസറായിട്ടോ ആരോ ഒരാളുമായി സംസാരിച്ച സമയത്ത് ഇതിന്റെ റീ റിലീസിംഗ് പ്രൊമോഷൻ തന്ത്രങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വെച്ചു എന്ന് ഇയാൾ പരസ്യമായ ഒരു മാധ്യമത്തോട് പറയുന്നുണ്ട്. അപ്പൊ അത് തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം കുതന്ത്രം ഇറക്കിയിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും ആദ്യത്തെ പ്രൊമോഷൻ വീഡിയോ ശാരി കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ ഈ സിനിമ ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ലുക്മാനും സണ്ണി വേണിയും തമ്മിൽ ഒരു റൂമിൽ വെച്ച് അടി നടക്കുന്ന ഒരു വീഡിയോ അത് റിലീസായി. അത് വളരെയധികം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. അപ്പോഴാണ് ഇവര് വരുന്നത് എന്താണ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്, ടർക്കിഷ് തർക്കം വിവാദമാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ അല്ലെങ്കിൽ നടക്കുന്നത്. പിന്നീട് പക്ഷെ നമുക്ക് അറിയാം ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ വരാണ്. പക്ഷെ അങ്ങനത്തെ ഇന്റർവ്യൂസ് ഒന്നും അതെ സാധാരണ ഇപ്പൊ നമ്മള് ചാനലിന്റെ അടുത്ത് ഇങ്ങനെ എന്റർടൈൻമെന്റ് ചാനലും കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്കറിയാം സിനിമയുടെ പ്രൊമോഷൻസ് ആയിട്ട് ഒരുപാട് പടങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പടങ്ങൾ ഉറപ്പായിട്ടും അതിന്റെ അണിയറ പ്രവർത്തകർ വന്ന് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഇവർ അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഇല്ലേ, ഒരു ബിസിനസ് തന്ത്രം, കള്ളക്കളി എന്ന് പറയാൻ പറ്റത്തില്ല, ചെറുതായി ഒരു ബിസിനസ് തന്ത്രം ഇല്ലേ. ഈ സിനിമ രണ്ടാമത് റിലീസ് ചെയ്യാന്നിരിക്കട്ടെ, ഇതിന്റെ റീ റിലീസിന് എല്ലാവരും പോവില്ലേ? പോവും, ഞാനും പോകും, താനും പോകും, എല്ലാവരും പോകും. അറ്റ്ലീസ്റ്റ് ഈ മാധ്യമത്തിലുള്ള സോഷ്യൽ മീഡിയക്കാരെല്ലാരും എന്തായാലും പോകും. എന്തായാലും ഒരു പേര് മാറിക്കിട്ടി. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതോ സിനിമ നശിപ്പിക്കുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാരാണ്, സിനിമ മാധ്യമ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ റിവ്യൂക്കാരാണെന്നൊക്കെ, റിവ്യൂക്കാർക്ക് തലയിൽ മുണ്ടിട്ട് നടന്നുകൊണ്ടിരുന്ന കാലം ഇപ്പൊ അത് മാറിക്കിട്ടി. ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ഒബ്വിയസ്ലി ആദ്യത്തെ ദിവസം റിവ്യൂ ചെയ്യുന്നവർ എന്തായാലും കണ്ടിരിക്കും. ഇനിയിപ്പോ നമുക്കറിയാം അന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഹലോ മമ്മിയും സൂക്ഷ്മദർശനും സമയത്താണ് അതിന്റെ ഇടയിൽ മുങ്ങിപ്പോയതായിരിക്കാം. എന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ റിവ്യൂവേഴ്സ് എന്തായാലും ഇത് കാണാതെ. പണി എന്ന് പറഞ്ഞ മൂവി, അതിന് കുറെ വിവാദങ്ങൾ കേട്ടില്ലേ? ഈ പറഞ്ഞ പണി മൂവി ഞാൻ ആദ്യത്തെ ദിവസം ഒന്നും കണ്ടില്ല. ഞാൻ പോയി കാണുന്ന 5 ദിവസം കഴിഞ്ഞിട്ടാന്ന് ഓർക്കണം. ഞാൻ റിവ്യൂ ഇടുന്ന ഒരാളാണ്.
പക്ഷെ അപ്പോഴത്തേക്കും ഒരുപാട് വിവാദങ്ങൾ അതിന്റെ ഇടയ്ക്ക് വന്നു. പണിയിൽ പിന്നെ ലൈംഗികത കാണിച്ചതും റേപ്പ് സീൻ ഇത്ര മോശമായി ചിത്രീകരിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വിവാദമായിട്ട് വന്നു. അതിനുശേഷം ആ സിനിമയ്ക്ക് അതിനുശേഷമാണ് ഞാൻ ആ സിനിമ പോയി കാണുന്നത് റിവ്യൂവർ ആയിട്ട് പോലും. അപ്പൊ ആ സിനിമ എന്തോരം ഓടി, നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ് പണിയുന്നത്, ഒരു രക്ഷയില്ല. ജോജു ജോർജിന്റെ ആ പണിക്ക് കിട്ടിയ ഹൈപ്പിനേക്കാളും ഇപ്പൊ ടർക്കിഷ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. പണി നല്ല പടമാണ്. അതുപോലെ ഇനി ഇപ്പൊ ആൾക്കാർ പോയെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ എന്തായാലും തർക്കിച്ച് പറയാനുള്ള തർക്കം കണ്ട കുറച്ച് പേരുണ്ടല്ലോ. ഞാൻ ഈ തർക്കത്തിന്റെ ഒരു റിവ്യൂ കണ്ടായിരുന്നു. FRK എന്ന് പറയുന്നിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു റിവ്യൂ. അദ്ദേഹത്തിന്റെ റിവ്യൂവിൽ അദ്ദേഹം പറയുന്നത് നല്ല നിലവാരമുള്ള ഒരു സിനിമയാണ്, ഇന്റർനാഷണൽ നിലവാരം, വളരെ നല്ല നിലവാരമുള്ള ഒരു സിനിമ. പക്ഷെ ഈ ഡയറക്ടറുടെ കുറച്ച് തെറ്റുകൾ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്. അദ്ദേഹം തന്നെയല്ലേ രചനയും അതിന്റേതായ ചില പാളിച്ചകൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുകയായിരുന്നെങ്കിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ അദ്ദേഹം അതിന്റെ പേര് അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അടിയിലുള്ള കമന്റുകൾ ഞാൻ വായിച്ചു ഈ റിവ്യൂവിൽ. ഇത് കണ്ടവരെല്ലാവരും ഒരു സൂപ്പർ പടമാണ്, നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്, ചില മതത്തിലുള്ളവരെ ഇത് വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ആ റിവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ആ യൂസ് ചെയ്ത ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടി സിനിമ എടുത്തു വെച്ച പോലെ ഒരു കുറച്ചുകൂടി മയപ്പെട്ട രീതിയിൽ പറയാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ കുറച്ചും കൂടി ഹാർഡായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചിലവരെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ ഓൾ ഓവർ നല്ലൊരു പടമാണ്, എല്ലാവരും കാണേണ്ട ഒരു പടമാണെന്നാണ് ഈ റിവ്യൂവേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ നടന്മാർ പറഞ്ഞിരിക്കുന്നത്, സണ്ണി വെയിനും ലുക്മാനും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ആരും ബോളിൽ വിളിച്ച് ഭീഷണിയൊന്നും പെടുത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവാദം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളെ പോലും അറിയിക്കാതെ എന്തിനാണ് അണിയറ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ സംവിധായകനും പ്രൊഡ്യൂസറും മാത്രം വിചാരിച്ചുള്ള പടം ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും അതിന് നായക കഥാപാത്രങ്ങൾ, അതിന്റെ ക്യാമറ, അപ്പൊ അവരെ ഒന്നും ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ അഭിനയിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കണ്ട, ഇൻഫോം ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഇതിങ്ങനെ പിൻവലിക്കുകയാണ്. സണ്ണിവേൻ പറയുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ആ സിനിമ പിൻവലിച്ചത് അറിയുന്നതെന്നാണ് സണ്ണിവേൻ പറഞ്ഞു. തീർച്ചയായിട്ടും, കാരണം ആൾ ഓഫ് എ സഡൻ അല്ലായിരുന്നില്ല ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു. വെള്ളിയാഴ്ച പടം റിലീസ് ആവും, നവംബർ 20 പടം റിലീസ് ചെയ്യുന്നു, ബുധനാഴ്ച പടം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തണം. അപ്പൊ ഇത്രമാത്രം എന്ത് ഭീഷണിയാണ്? അപ്പൊ ഇങ്ങനെ ഭീഷണിയാൽ ഇതന്നെ ഉത്തര കൊറിയല്ലോ ആണ് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാണ് പടം പിൻവലിക്കുക. അറിയില്ല ഈ സിനിമ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇദ്ദേഹം തന്നെയാണ് എഴുതി. അതാണ് ഇവിടെ പറയുമ്പോൾ നമുക്ക് വിരോധാഭാസം, അതായത് കണക്റ്റഡ് ആവാത്തതിന്റെ കാരണം അതാണ്. വേറൊരാളാണ് തിരക്കഥ ചെയ്തതെങ്കിൽ സംവിധായകനും തിരക്കഥാകൃത്തിനും നന്നായിട്ട് അറിയാം. ഒന്നെങ്കിൽ ചിലവർക്ക് പ്രശ്നങ്ങളുണ്ട്, തിരക്കഥ അതുപോലെ റെൻഡർ ചെയ്യാൻ ചില സംവിധായകന്മാർക്ക് പറ്റാറില്ല. പക്ഷെ ഇത് സംവിധായകനും തിരക്കഥാകൃത്തും ഒരാൾ തന്നെയാണ്. അപ്പൊ പിന്നെ എന്തുവാണ് ഇവർ പറയുന്നതിന് അർത്ഥം? ശരിക്കും മാർക്കറ്റിംഗ് തന്ത്രമല്ലേ? തീർച്ചയായിട്ടും ഈ സിനിമ എടുക്കുമ്പോൾ ആൾക്കറിയാം ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും, വിഷമം ഉണ്ടാക്കും. അപ്പൊ അതിനെ നേരിടാൻ തയ്യാറായിട്ട് വേണ്ട അയാൾ ആ സിനിമ എടുക്കാൻ. പണിക്ക് പേരിൽ വ്യത്യസ്തതയൊക്കെ ഉണ്ടല്ലേ? ടർക്കിഷ് സർക്കാർ, ടർക്കി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇസ്ലാമിക പ്രശ്നങ്ങളുണ്ട്. തുർക്കി എപ്പോഴും ഈ ഇസ്ലാമികമായിട്ടുള്ള പണ്ട് തൊട്ടേ വിപ്ലവങ്ങളും തീവ്രവാദവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഈ തുർക്കി. എപ്പോഴും യുദ്ധമാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് ഞാനും വിചാരിച്ച ചിലപ്പോൾ ഇനി ടർക്കിയിലെങ്ങാനും ആണല്ലോ, ഞാൻ അങ്ങനെ ആദ്യം കരുതി ടർക്കിയിലെങ്ങാനും പോയി. ഒരുപാട് പേര് ഇതൊരു അടിപ്പടമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതൊരു അടിപ്പടം അല്ലെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെയൊക്കെ പോകുന്നൊരു സിനിമയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണുമെന്ന് വിചാരിച്ചൊരു പടമായിരുന്നു. അപ്പോഴാണ് ഇവർ പിൻവലിച്ചു കളഞ്ഞത്. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ലുക്മാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അഞ്ചക്കള്ളക്കൊക്കൻ എന്ന് പറഞ്ഞിട്ടൊരു പടം ഞാൻ ആ പടം 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയി കാണാം. പക്ഷെ നമ്മൾ എന്നെ വല്ലാതെ, നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് അതുപോലുള്ള മേക്കിംഗ് ആണ് ആ പടത്തിന്റെ. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആ പടം. അതുപോലത്തെ സിനിമകളാണ് ഇപ്പൊ ഈ ലുക്മാൻ അഭിനയിക്കുന്നത്. ലുക്മാൻ ഒരു വെറൈറ്റി ആയിട്ട് മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫാൻ ബേസ് ഉണ്ട്. ഓഫ് കോഴ്സ് മറ്റുള്ളവർ ആരും ശ്രദ്ധിക്കാതെ പോകുന്നെങ്കിലും അദ്ദേഹത്തിന് സ്ട്രോങ് ഫാൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ തന്നെയാണ്. കണ്ടാൽ പ്രത്യേകിച്ച് ഇവിടെ എനിക്കും ലുക്മാൻ ഇഷ്ടമാണ്. കാരണം അഞ്ചക്കള്ളക്കൊക്കെ അയാൾ അഭിനയിച്ച് തകർത്തു ശരിക്കും. അത് ബഹളവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുപോലത്തെ തീർച്ചയായിട്ടും അയാളായതുകൊണ്ട് മാത്രം ഈ പടം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയമായിട്ട് റിലീസ് വരുന്നുണ്ട്. ശരിക്കും പടം കാണാൻ എന്തായാലും ഈ പറയുന്ന സംവിധായകരൊക്കെ അടിയണ പ്രവർത്തകരൊക്കെ ഈ കളിയൊക്കെ അവരും പഠിച്ചുപോയി. ഞാനും പഠിച്ചു ചിലതെന്നൊക്കെ പറയുന്ന പോലെ അവരും പഠിച്ചു. കാരണം ഈ അടിക്കിടയിലും ബഹളത്തിനിടയ്ക്കും റിവ്യൂവേഴ്സിന്റെ പിന്നെ ജാഥക്കിടയിലും ഒക്കെ ഒരു സിനിമയെ പിടിച്ചെടുത്തത് ചില്ലറ പാടൊന്നുമല്ല. തീർച്ചയായും ഇപ്പൊ എന്താ വാർത്താ മാധ്യമങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുന്നത്. ചില ചാനലുകളുടെ ചർച്ചകൾ, ചാനലിന്റെ അന്തിചർച്ചകളല്ല ഇതൊക്കെയാണ് ഇപ്പൊ. അപ്പൊ ആ നിലവാരത്തിലേക്ക് അത് ഉയർന്നു. അപ്പൊ തന്നെ എല്ലാ റിവ്യൂവേഴ്സും ഇപ്പൊ കൂട്ടമായി സിനിമ കാണാത്തവര് വരെ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, എത്രയോ പേര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു, വാർത്തകൾ വരുന്നു. അപ്പൊ ഇനി ഇതിന് റീ റിലീസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ OTT ഇത് റിലീസ് ആവുകയാണെങ്കിൽ എന്തായാലും ഒരു സൂപ്പർ ഹിറ്റായി മാറും. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പൊ എന്തായാലും മാധ്യമങ്ങളും അതുപോലെ ഡിജിറ്റൽ വിപ്ലവവും എല്ലാം പലതരം കളികൾ പഠിച്ചാൽ മാത്രമേ ഇറങ്ങുന്ന സിനിമ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള, വിജയ സാധ്യതയ്ക്കാൻ പറ്റുള്ളൂ പറ്റും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെല്ലാം എനിക്ക് തോന്നുന്നു അണിയറ പ്രവർത്തകരും സംവിധായകരും അതിന്റെ ആൾക്കാരും എല്ലാം അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പല പൊറാട്ട് നാടകങ്ങളും പല സിനിമയുടെ റിലീസിലും നമുക്ക് ഇനിയും കാണേണ്ടി വരും.